إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أصدق الكلام كلام الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الناس اتقوا الله عباد الله أوصيكم وإياي بنفسي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. مثل الذين ينفقون أموالهم في سبيل الله كمثل حبة أنبتت 7 سنابل في كل سنبلة 100 حبة والله يضاعف لمن يشاء والله واسع عليم. ഏറെ ബഹുമാനം നിറഞ്ഞ വിശ്വാസികൾ പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി സൂക്ഷ്മത പുലർത്തി ജീവിതം ധന്യമാക്കി യഥാർത്ഥ വിശ്വാസികളായി തീരാൻ പരിശ്രമിക്കണേ എന്ന് സ്വന്തത്തോളം എന്ന പോലെ നിങ്ങളോട് ഓർപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വസീയത്ത് യഥാവിധി നടപ്പാക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. പരിശുദ്ധമായ റമദാൻ അതിന്റെ ഏതാനും ദിവസങ്ങൾ പിന്നിട്ടിരിക്കുകയും ഒരാത്മ പരിശോധനയ്ക്കുള്ള ഏറെ സന്നിഗ്ധമായ ഒരു സന്ദർഭം കൂടിയാണ്. ഒരു 9ാമത്തെ നോമ്പിലേക്ക് നമ്മൾ എത്തി നിൽക്കുമ്പോൾ കഴിഞ്ഞുപോയ ഇന്നലകളെ എത്രമാത്രമാണ് നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിച്ചത് എന്ന ഒരു അവലോകനം അത് ഏറെ ശ്രദ്ധേയമായി. വിശുദ്ധ ഖുർആന്റെ പാരായണം അത് 2-3 പേജൊക്കെ ഓരോ നമസ്കാരത്തിന് മുമ്പ് ശേഷമൊക്കെ ചോദ്യമാണെങ്കിൽ നമ്മളെ 9 ജുസിന്റെ അടുത്ത് അല്ലെങ്കിൽ 9 ജുസുകളും കഴിഞ്ഞേണ്ടതാണ്. പലരും ചിലപ്പോ ഒരു തവണ കഴിഞ്ഞു കാണും, 2ാമത്തത് പകുതിയായിട്ടുണ്ടാവും. കാരണം ഒരു 5-6 പേജ് ഓരോ വക്തിന് മുമ്പായിക്കൊണ്ടും ശേഷമായിക്കൊണ്ടും ഓതാണെങ്കിൽ ചിലപ്പോൾ 2-3 എത്താൻ വഴിയുമുണ്ട്. അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ചുരുങ്ങിയത് ഒരു 9 ജുസ് ആക്കിയതും
ഓടി തീർക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന ഒരു പരിശോധന നടത്തിയാൽ വരും ദിവസങ്ങളിൽ നമുക്കത് വലിയ ആവേശമാക്കി മാറ്റിയെടുക്കാൻ കഴിയും. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ആവേശം അതിന്റെ ഹലാവത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, അതിന്റെ മാധുര്യം ആസ്വദിക്കാൻ കഴിഞ്ഞാൽ, പിന്നെ ആ പാരായണത്തിന്റെ വല്ലാത്തൊരു ടേസ്റ്റ് വേറെ തന്നെയാണ്. അത് വിശുദ്ധ റമദാനിലാകുമ്പോ കുറച്ചുകൂടി അതിന്റെ ആവേശവും അതിന്റെ താല്പര്യമൊക്കെ കൂടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഒന്നാമതായി സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട നമ്മുടെ ബന്ധം, അതിനോട് എത്രമാത്രം ആത്മാർത്ഥത പുലർത്താൻ അഥവാ തന്റെ റബ്ബുമായി കൊണ്ടുള്ള ബന്ധം പുലർത്താൻ സാധിച്ചിട്ടുണ്ട് എന്ന ഒരു പരിശോധന നമുക്ക് ഈ സന്ദർഭത്തിൽ അനിവാര്യമായിട്ടുണ്ട്. ഇല്ല എങ്കിൽ ഇനിയുള്ള ദിനരാത്രികളെ നമുക്ക് നഷ്ടപ്പെടുന്നില്ല എങ്കിൽ അത് പരമാവധി ഉപയോഗപ്പെടുത്താൻ സാധിക്കും. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നാം ഇതുവരെ നിർവഹിച്ച ആ പാരായണം അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. വിശ്വാസികളെ, അതോടൊപ്പം തന്നെ നമ്മുടെ സ്വഭാവങ്ങൾ, നമ്മുടെ പെരുമാറ്റങ്ങളിലും നമ്മുടെ സംസ്കാരങ്ങളിലും അതേപോലെ തന്നെ മറ്റു മേഖലകളിലുമൊക്കെ എത്രമാത്രം ബന്ധങ്ങൾ പുലർത്താൻ സാധിച്ചിട്ടുണ്ട്. കുടുംബ ബന്ധങ്ങള്, ആത്മീയമായ ബന്ധങ്ങള്, അതേപോലെ തന്നെ അയൽവാസി ബന്ധങ്ങള്, അതുപോലെ തന്നെ മറ്റുള്ള അനവധി ബന്ധങ്ങൾ, ആദർശ ബന്ധങ്ങള്, ആദർശ ബന്ധം എന്നൊക്കെ പറയുന്ന ആ ഒരു ബന്ധത്തിലേക്ക് എത്രമാത്രം നമുക്ക് ശുഷ്കാന്തി കാണിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് പരിശോധിക്കാം. അതോടൊപ്പം തന്നെ സ്വതക്കയുമായി ബന്ധപ്പെട്ടും നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകേണ്ട, പ്രത്യേകിച്ച് റമദാനിൽ അത് ആവേശമായി മാറ്റിയെടുക്കേണ്ട ഒരു സന്ദർഭം കൂടിയാണ്. എത്രമാത്രം നമുക്ക് അതിനോട് കൂറ് പുലർത്താൻ സാധിച്ചിട്ടുണ്ട് എന്നത് നാം ഒരു കൂലങ്കശമായ ചിന്തയ്ക്ക്, ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട് എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായും സംസ്കരിക്കാൻ റമദാൻ വ്രതം കൊണ്ട് സാധ്യമാകണം. അതായിരുന്നു ഇന്നലകളിലൂടെ നമ്മൾ കഴിഞ്ഞുകൂടിയപ്പോ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കേണ്ടിയിരുന്നതും. ഒന്നാമത്തെ തറാവീഹിന് നമ്മുടെ ഭാഗത്തെ പള്ളി ഫുള്ളായിരുന്നു. പക്ഷെ പിറ്റേ ദിവസം മുതൽ അത് കുറഞ്ഞപ്പോ ഏകദേശം 3-3.5 സ്റ്റെപ്പിലേക്ക് ഇങ്ങനെ ചൊരുങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥ കാണുന്നുണ്ട്. അതായത് ആവേശം ചോർന്നു പോവുകയല്ല വേണ്ടത്, മറിച്ച് ഓരോ ദിവസം കഴിയുന്തോറും അതിനുള്ള ആത്മീയമായ ബന്ധം കൂടിക്കൊണ്ടിരിക്കുകയാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ ആ ഒരു നമസ്കാരത്തിനോട് മാത്രമല്ല, നമ്മുടെ ജമാഅത്ത് നമസ്കാരങ്ങളോട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ആ ഒരു ഇശാ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ഇശാ ബാങ്ക് കൊടുത്ത് തൊട്ട് ഏതാണ്ട് അരമണിക്കൂറുള്ള സമയമുണ്ട്. എന്നിട്ട് പോലും നമുക്ക് ആ ജമാഅത്തിന് പൂർണ്ണമായി പങ്കെടുക്കാൻ കഴിയാതെ പോകുന്നുണ്ട് എങ്കിൽ നമ്മള് ജമാഅത്ത് നമസ്കാരങ്ങളോട് കാണിക്കുന്ന ആ ആത്മാർത്ഥ ശുഷ്കാന്തിയും ആ താല്പര്യവും എത്രമാത്രം ഉണ്ട് എന്നത് നാം ഓരോരുത്തരും പരിശോധിക്കുക. അതുകൊണ്ടാണ് റമദാന്റെ മുമ്പേ സൂചിപ്പിച്ചത്, ഓരോ ജമാഅത്ത് നമസ്കാരവും നഷ്ടപ്പെടാത്ത വിധം അത് പൂർണ്ണമായി കിട്ടണമെന്ന താല്പര്യത്തോടുകൂടി ദൃഢപ്രതിജ്ഞയോടുകൂടി ആയിരിക്കണം ആ വിശുദ്ധ റമദാനിലേക്ക് നമ്മൾ പ്രവേശിക്കേണ്ടത് എന്ന് സൂചിപ്പിച്ചത് അതുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ നമസ്കാരങ്ങളോട്, ഈ ജമാഅത്ത് നമസ്കാരങ്ങളോട്, ഈ ജുമായോട്, അതോടൊപ്പം തന്നെ തറാവീഹ് നമസ്കാരങ്ങളോട്, വിശുദ്ധ ഖുർആൻ പാരായണത്തോട്, ദാനധർമ്മങ്ങളോടും ഒക്കെ എത്രമാത്രം നമുക്ക് ബന്ധം പുലർത്താൻ, ഒരു ആത്മാർത്ഥമായ ബന്ധം പുലർത്താൻ സാധിച്ചിട്ടുണ്ട് എന്ന് പരിശോധിക്കാനുള്ള ഒരു സന്ദർഭം കൂടിയാണ്. മനുഷ്യന്റെ ദിക്കിലെ മേഖലകളിലും സ്പർശിച്ച് അടിപൊളി മാറ്റത്തിരുത്തുകൾ നോക്കുകൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയേണ്ടതുണ്ട്. അറബിയിൽ റമദാൻ എന്ന പദത്തിന് അർത്ഥം നമുക്കറിയാം, കരിച്ചു കളയുന്നത് എന്നാണ്. എല്ലാ മേഖലയിലും നമ്മുടെ തിന്മകൾ കരിച്ചു കളയാൻ റമദാൻ കൊണ്ടാകണം, അല്ലെ? നമ്മുടെ കണ്ണുകൊണ്ട്, നമ്മുടെ ലൈംഗിക അവയവങ്ങൾ കൊണ്ട് അത് നിയന്ത്രിക്കാൻ സാധിക്കേണ്ടതുണ്ട്. അത് ഏറ്റവും കൂടുതൽ തിന്മ ചെയ്യുന്നത് ഈ 2 അവയവങ്ങളാണ്. അതിനാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹത്തെ കുറിച്ച് പറഞ്ഞിടത്ത് കാണാം, ഫൈനഹു അഹഖുൽ ബസ്വരി വഅഹ്സനുൽ ഫർജി വമൻ ലം യസ്തബി ഫഅലൈഹി സൗം ഫൈനഹു ലഹു വിജാഹ. അത് നിശ്ചയം അത് ആ കണ്ണ് താഴ്ത്തുന്നതിനും ഉഹിയാവാൻ സംരക്ഷിക്കുന്നതിനും ഉത്തമമാണ്. ആർക്കത് സാധ്യമാകുന്നില്ലയോ അവൻ നോമ്പെടുക്കട്ടെ, നിശ്ചയം അത് നോമ്പ് അവന് ലൈംഗികമായ ആഗ്രഹങ്ങളെ കുറക്കുമെന്നാണ് പഠിപ്പിച്ചത്. അതേ വിശ്വാസികളെ, നോമ്പ് എന്ന് പറയുന്നത് ഈ വിഷയങ്ങളെല്ലാം മാറ്റി നിർത്തേണ്ട ഒരു സന്ദർഭം കൂടിയാണ്.
അതേ ഒഴിഞ്ഞിരുന്നുകൊണ്ട് മൊബൈലിലൂടെ, അതേപോലെ തന്നെ വാട്സാപ്പിലൂടെ, അതേപോലെ തന്നെ മറ്റ് രഹസ്യ സന്ദർഭങ്ങളെല്ലാം നമ്മൾ ചാറ്റിംഗുമായി കൊണ്ട് കഴിഞ്ഞുകൂടുന്നത് അത്തരമൊരു വേളകളിലാണ് എങ്കിൽ എന്റെയും നിങ്ങളുടെയും ആ ഒരു മേഖലയിലുള്ള ആ ഒരു എന്താ പറയുക ശ്രദ്ധ എത്രമാത്രം ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഭക്ഷണം ലഭിക്കാതെ വാരവശക്കുമ്പോഴാണ് അനാവശ്യം ചെയ്യാൻ ക്ഷമ നഷ്ടപ്പെടുന്നത്. എന്നാൽ വ്രതം അനുഷ്ഠിക്കുന്നത് അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ് എന്ന ചിന്തയാണ് ഉണ്ടാകേണ്ടത്. അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് തിന്മകളിലേക്ക് അടുക്കാൻ തന്നെ വിശ്വാസം കഴിയാതെ പോവുക. അതേ കണ്ണുകൾ കൊണ്ട് തിന്മ ചെയ്യാൻ മുതിരുന്നത് അത് പാടില്ല. അതേ നമ്മുടെ കണ്ണിന്റെ കട്ടുനോട്ടവും നമ്മുടെ മനസ്സിന്റെ രഹസ്യങ്ങളുമെല്ലാം കൃത്യമായി അറിയുന്നവനാണ് ആ പടച്ചറപ്പി എന്നത് നാം തിരിച്ചറിയാറുണ്ട്. അശ്രദ്ധ കാണുകയോ കേൾക്കുകയോ ചെയ്യുമ്പോൾ ലൈംഗികമായ ചിന്ത മനുഷ്യനോടുണ്ടാകും. അത് അവനെ വിചാരത്തിലേക്ക് എത്തിക്കും. അതേപോലെ വ്യഭിചരിക്കരുത് എന്നല്ല കൂടെ പറഞ്ഞത്, വ്യഭിചാരത്തോട് അടുത്ത് പോകരുത് എന്നാണ് പറഞ്ഞത്. അത് അവർക്കൊണ്ട് അവസാനിച്ച വിഷയം. അത് ആ മേഖല അങ്ങനെയാണ് കൃത്യമായി പഠിപ്പിച്ചത്. നടന്നു പോകുന്ന മേഖലയിലാവട്ടെ, മറ്റേത് മേഖലയിലാവട്ടെ, വിശുദ്ധ എടുത്തു പറഞ്ഞ വാചകം നിങ്ങൾ അടുക്കാൻ പാടില്ല എന്നാണ്. ചെയ്തു പോകരുത് എന്നല്ല, അടുത്തു പോകരുത് എന്നാണ് പഠിപ്പിച്ചത്. അതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതും. ലൈംഗികമായി സന്ദർശിച്ചവരാണ് വിജയം കൈവരിച്ച വിശ്വാസികൾ. എന്ന് പറഞ്ഞില്ലേ, ആ സംഭവിച്ച ആളുകൾ അവരാണ് വിജയിച്ച കക്ഷികൾ എന്ന് പറഞ്ഞില്ലേ, വിശ്വാസികൾ എന്ന് പറഞ്ഞില്ലേ. ആ ഒരു മേഖലയിൽ നമ്മൾ എത്രമാത്രം ശ്രദ്ധിച്ചു പോയിട്ടുണ്ട് എന്നത് വിലയിരുത്തേണ്ടതാണ്. ഒരാളെ നരകത്തിലേക്ക് നയിക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്ന അവയവമാണ് നാവ്. അതിനെപ്പറ്റി റസൂൽ പറഞ്ഞാ മനുഷ്യന്റെ ഭൂരിഭാഗം തിന്മയും നാവ് കൊണ്ടാണ് എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് വിശ്വാസികളെ അള്ളാഹുവിനും അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്ന ആ സമയത്തോളം അവൻ നല്ലത് പറയട്ടെ അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ എന്ന് വ്യക്തമായി നമ്മെ പഠിപ്പിച്ചതും. അതേപോലെ തന്നെ ആ രണ്ട് അവയവങ്ങളും സംഗ്രഹിച്ചാലോ റബ്ബിന്റെ കോടതി നാളെ പരലോകത്തെ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വേണ്ടി ജാമ്യം നൽകുമെന്ന് വരെ പഠിപ്പിച്ചു. അതേ വിശ്വാസികളെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്, നോമ്പ് കൊണ്ട് നമുക്ക് സാധ്യമാകേണ്ടതും ഇത് തന്നെയാണ്. അനാവശ്യ സംസാരങ്ങളും പ്രവർത്തനങ്ങളും പൂർണ്ണമായും വർദ്ധിക്കണം. അതിന് കഴിയാത്തവർ നോമ്പനുഷ്ഠിക്കുന്നത് കൊണ്ട് യാതൊരു കാര്യവുമില്ല എന്നാണ് കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ നാം മനസ്സിലാക്കിയിരിക്കുന്ന മറ്റൊരു കാര്യമാണ്, നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ഈ പ്രയാസങ്ങളൊക്കെ അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ കടന്നു പോകുമ്പോഴും നാം അതിനെല്ലാം കൃത്യമായി റമദാനിലൂടെ കൃത്യമായി ശ്രദ്ധിക്കുമ്പോ ഉപയോഗപ്പെടുത്തുമ്പോ നമ്മുടെ ജീവിതത്തില് വളരെയധികം സുശാന്തി ഉണ്ടാവാൻ, നമ്മുടെ രഹസ്യ ജീവിതത്തില് അത് നേടിയെടുക്കാൻ അഥവാ പരസ്യ ജീവിതം പോലെ തന്നെ നമ്മുടെ രഹസ്യ ജീവിതവും ആ രൂപത്തിലായിത്തീരാൻ നമ്മൾ പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ നമ്മുടെ രഹസ്യ ജീവിതവും നമ്മുടെ പരസ്യ ജീവിതവും ഒക്കെ ഒരുപോലെ റബ്ബിന്റെ കോടതിയിൽ അവിടുത്തെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്തുന്ന വിശ്വാസികളായി തീരാൻ അല്ലാഹു സഹായിക്കുമാറാകട്ടെ. വിശ്വാസികളെ, അതേപോലെ തന്നെ നമ്മുടെ സാമ്പത്തിക രംഗം ഏറ്റവും കൂടുതൽ അന്യായം കടന്നു വരുന്ന മേഖലയാണ് സാമ്പത്തിക മേഖല. ജീവിക്കാൻ സമ്പത്ത് അനിവാര്യമാണ് എന്നതിനാൽ അത് എങ്ങനെയെങ്കിലും നേടിയെടുക്കാൻ ശ്രമിക്കുന്നവരാണ് ഭൂരിഭാഗം ആളുകളും. ഈ വിഷയത്തില് ഹലാലും ഹറാമും നോക്കാതെ പലരും മറന്നുപോവുകയോ അത് നിസ്സാരമാക്കുകയോ ചെയ്യുന്നു. നല്ലത് മാത്രം ഭക്ഷിക്കാനാണ് അല്ലാഹു നമ്മോട് കൽപ്പിച്ചത്. വിശ്വാസികളെ, അല്ലാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ള നല്ലതിൽ നിന്ന് അതേ നല്ല വിശുദ്ധമായി നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളുക എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മോട് ആവശ്യപ്പെട്ടത്. ഭക്ഷിക്കുന്നത് ഹറാമാണെങ്കിൽ ആ ശരീരം നരകത്തിൽ പ്രവേശിക്കപ്പെടുമെന്നാണ്. നിശ്ചയമായും ഹറാമിൽ വളർത്തപ്പെട്ട ഒരു മാംസവും സ്വർഗത്തിൽ പ്രവേശിക്കില്ല എന്നാണ്. ഹറാമിലൂടെ വളർത്തപ്പെട്ട മാംസമാണോ ശരീരമാണോ അത് സ്വർഗത്തിൽ കടക്കില്ല എന്നാണ്. അതിനാൽ സാമ്പത്തിക രംഗം സംശുദ്ധമാകാൻ ഈ റമദാൻ നമുക്ക് കഴിയണം. നിർബന്ധമായി സക്കാത്ത് നൽകാനുള്ളവർ അത് കൊടുത്ത് വീട്ടണം. വിശ്വാസികളെ, സക്കാത്തുമായി ബന്ധപ്പെട്ട് വിശാലമായി വിശദീകരിക്കേണ്ട ആവശ്യമില്ല എങ്കിലും ചുരുക്കി പറഞ്ഞത് മാത്രം
നമ്മുടെ സമ്പത്തിലെ പാവങ്ങളുടെ ഓഹരിയാണ് സക്കാത്ത് അനുസരിക്കപ്പെട്ട 2.5% എന്നുള്ളത് അടിസ്ഥാനപരമായി നമ്മൾ അറിയണം. അത് നൽകിയില്ലെങ്കിൽ നമ്മുടെ മുഴുവൻ സമ്പത്തും ഹറാമാകും. നൽകി കഴിഞ്ഞാലോ ആ സമ്പത്ത് മുഴുവൻ ഹലാലായി തീരും. അതുകൊണ്ട് നമ്മുടെ സമ്പാദ്യം ഹറാമിലൂടെ ആണെങ്കിൽ അത് ഒഴിവാക്കാൻ നമ്മൾ തയ്യാറാകണം. ബാങ്ക് പലിശ, ബാങ്ക് ജോലി, പലിശ, കൊള്ളപ്പണം, കൈകൂലി, ആദ്യക്കുള്ള ഒട്ടനവധി ആ മേഖല കിട്ടുന്ന സാമ്പത്തിക ഇടപാടുകളുണ്ടല്ലോ, കച്ചവടത്തിൽ തിരിമറികള് തുടങ്ങിയ ഹറാമിന്റെ എല്ലാ മേഖലയും ഒഴിവാക്കാൻ നമുക്ക് കഴിയണം. എങ്കിൽ മാത്രമേ പരലോകത്ത് പ്രയാസപ്പെടാതിരിക്കാൻ കഴിയൂ. അതുകൊണ്ട് സമ്പത്ത് കൊണ്ട് സ്വർഗം നേടാൻ നമുക്ക് കഴിയണം. ഇവിടെ ആവശ്യങ്ങളിലേക്ക് സ്വതക്ക നൽകാനും കൂടെ ധനം വിനിയോഗിക്കണം. നമ്മുടെ സക്കാത്തുമായി ബന്ധപ്പെട്ട് നമ്മുടെ വാർഷിക വരുമാനം കണക്ക് കൂട്ടണം. അതേപോലെ തന്നെ നമ്മുടെ ബിസിനസ് മേഖലയിൽ കച്ചവടത്തിന്റെ എല്ലാം കൂട്ടി അതിന്റെ 2.5% ചെലവ് കഴിഞ്ഞ് മിച്ചമുള്ളതിൽ നിന്ന് സക്കാത്ത് കൊടുക്കണമെന്ന് പറയുമ്പോൾ അത് നമ്മുടെ ആരുടെയും അവകാശത്തിൽപ്പെട്ടതല്ല. അത് തരുത്തരുടെ അവകാശമാണ്. അവരവരുടെ അവകാശത്തിൽപ്പെട്ടതാണത്. അതവർക്ക് നമ്മൾ കൊടുത്തേ പറ്റൂ. അതാണ് ഖുർആൻ പറഞ്ഞത്, ഖുദ് മിൻ അംവാലിഹിം സ്വദഖ തുതഹിറുഹും വതുസക്കിഹിം ബിഹാ വസല്ലി അലൈഹിം ഇന്ന സലാത്ത സകൻ ലഹും എന്ന് ഖുർആൻ പറഞ്ഞില്ലേ. അത് അവർക്ക് വാങ്ങണമെന്ന മുതലാളിമാർ പണക്കാരന്മാർ സമ്പത്ത് ചോദിച്ചു വാങ്ങണമെന്ന ഇസ്ലാമിക ഭരണകൂടമുള്ള രാജ്യങ്ങളിലെല്ലാം ആ സമ്പത്ത് ഉണ്ടായ കാലഘട്ടങ്ങളിലെല്ലാം അത് കൃത്യമായി തന്നെ നടന്നു പോയിട്ടുണ്ട്. അഥവാ ദരിദ്രമില്ലാത്തൊരവസ്ഥ, സമ്പത്ത് കുമിഞ്ഞുകൂടിയ അവസ്ഥ, ബൈത്തുൽ മാൽ സക്കാത്ത് കുമിഞ്ഞുകൂടി വെക്കാൻ പോലും സ്ഥലമില്ലാത്തൊരവസ്ഥ പ്രവാചകന്റെ കാലഘട്ടത്തിൽ, ശേഷമുള്ള ഭരണകാലഘട്ടത്തിൽ, അയിമ്മത്ത് ഭരണകാലഘട്ടത്തിൽ, അതേപോലെയുള്ള ഭരണാധികാര കാലഘട്ടത്തിലെല്ലാം കഴിഞ്ഞു പോയിട്ടുണ്ട് വിശ്വാസികളെ. അത് നമ്മൾ തിരിച്ചറിയാം. എന്താ കാരണം അറിയോ? എന്താ കാരണം? അവർക്ക് സക്കാത്തിനെ പറ്റി പറഞ്ഞാൽ തീരാത്ത സംശയങ്ങൾ ഉണ്ടായിരുന്നില്ല. കാരണം വിശുദ്ധ ഖുർആനാണ് പറഞ്ഞത്, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പഠിപ്പിച്ചത്. എങ്കിൽ അവർ പൂർണ്ണമായി നിർവഹിക്കുന്നവരായിരുന്നു. അത് കൊടുക്കുന്ന കാര്യത്തിൽ ഒരു മടിയും കാണിക്കാത്തവരായിരുന്നു. നമ്മളോ അതിന് കൊടുക്കണോ, ഇത്രേ കൊടുക്കണോ, അതിന് കൊടുക്കണോ, ഈ മേഖലക്ക് കൊടുക്കണോ എന്ന് ചോദിച്ച് സംശയം ഉണ്ടാക്കി സംശയത്തിന്റെ പിന്നാലെ നടക്കുക എന്നല്ലാണ്ട് അത് കൊടുക്കാനുള്ള മനസ്സ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ നേടിയെടുത്തിട്ടില്ല എന്നതാണ് മഹാഭൂരിപക്ഷത്തിന്റെയും അവസ്ഥ. ഞാൻ കൊടുക്കാനായിട്ടില്ല എന്നാണ് പലപ്പോഴും പല ആളുകൾ നാട്യങ്ങൾ പലപ്പോഴും. അതേ വിശ്വാസികളെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ നമ്മൾ കേൾക്കുന്നവരാണല്ലോ. വല്ലതിലേക്ക് يوم يحمى عليها في نار جهنم فتقوى بها وجباههم وجنوبهم وظهورهم هذا ما كنزتم فذوقوا ما كنتم تكنزون എന്ന ആയത്ത് സൂറത്തെ തൗബയിൽ പഠിപ്പിക്കുന്ന ആയത്തുണ്ടല്ലോ. വിശ്വാസികളെ നമ്മൾ മനസ്സിരുത്തി വായിക്കേണ്ടതും പഠിക്കേണ്ടതുമായ ആയത്താണത്. അതുകൊണ്ട് തന്നെ ആ സക്കാത്ത് അത് അർഹതപ്പെട്ട മുതല് നമ്മുടെ കയ്യിൽ 100 രൂപയാണോ ചെലവിൽ മിച്ചമുള്ളത്, അതിൽ 2.5 രൂപ അത് സാധുക്കളുടെ അവകാശമാണ്. അവർക്ക് കൊടുക്കേണ്ട മുതലാണത്. തിരിച്ചറിയേണ്ടതുണ്ട് നമ്മൾ. അള്ളാഹു ആവശ്യപ്പെട്ടത് 100 രൂപയിൽ നിന്ന് 50 പറഞ്ഞില്ല, 75 പറഞ്ഞില്ല, വെറും 2.5 രൂപ അല്ലെ. ഒരു 1000 രൂപ ഉണ്ടെങ്കിലോ 25 രൂപ, ഒരു 14 രൂപ ഉണ്ടെങ്കിലോ 250 രൂപ, ഒരു 1,00,000 രൂപ ഉണ്ടെങ്കിലോ 2,500 രൂപ, ഒരു കോടി ഉണ്ടെങ്കിലോ 2,50,000 രൂപ. എത്ര കുറച്ച് നമ്മൾ ആവശ്യപ്പെട്ടുള്ളൂ? എത്ര കുറച്ച് നമ്മൾ ആവശ്യപ്പെട്ടത്? സക്കാത്ത് കൊടുക്കാൻ വേണ്ടി ആവശ്യപ്പെട്ട സംഖ്യയുടെ തോതത്തില് പത്രമാത്രം കുറച്ച് 0.5% പോലും ഉണ്ടോ? ഇല്ല സഹോദരങ്ങളെ. എന്നിട്ടും നമ്മൾ അത് കൊടുക്കാൻ മടി കാണിക്കുന്നു. സംശയങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിന്റെ പിന്നാലെ നമ്മൾ പോകുന്നു. എന്താ കാര്യം? കൊടുക്കാൻ മനസ്സ് നമുക്ക് ഉണ്ടായിട്ടില്ല. കൊടുക്കാൻ മനസ്സ് നമുക്ക് ഉണ്ടായിട്ടില്ല അല്ലേ? എന്താ മഴ പെയ്യാത്തത് നമ്മൾ ചോദിക്കുന്നത്? സഹോദരങ്ങളെ, പാവപ്പെട്ട വൃദ്ധരായ മൃഗങ്ങൾ ഉണ്ടായത് കൊണ്ടാ ഞാൻ നിങ്ങൾ ഇവിടെ ജീവിച്ചു പോകുന്നത്. ഈ മൃഗങ്ങൾ ഉണ്ടായിരുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് നമുക്ക് മഴ ലഭിക്കുകയില്ല എന്നാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ കൃത്യമായി പഠിപ്പിച്ചത്. അത് നമ്മൾ അതുവരെ മനസ്സിലാക്കേണ്ടതുണ്ട്. അവരുടെയൊക്കെ ഔദാര്യത്തിലാണ് ഞാൻ നിങ്ങളിലൂടെ ജീവിച്ചു പോകുന്നത്. അതെ, അവരില്ലായിരുന്നുവെങ്കിൽ നമുക്ക് മഴ ലഭിക്കുമായിരുന്നില്ല. നോക്കൂ വിശ്വാസികളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എത്ര കൃത്യമായി നമ്മെ പഠിപ്പിച്ചു. ക്ഷാമവർഷം ഉണ്ടാകുമെന്ന് പഠിപ്പിച്ചു. നിങ്ങളെ കൃഷി കൊണ്ട് അല്ലാഹു പരീക്ഷിക്കുമെന്ന് പഠിപ്പിച്ചു. എന്തേ കാര്യം?
ആ കൃഷി ഉൽപ്പന്നങ്ങളുടെ ആസ്വാദി എന്ന് പറഞ്ഞ് അതിന്റെ വിളവെടുപ്പ് കാലമായി കഴിഞ്ഞാൽ അത് അതിന്റെ സമയത്ത് സക്കാത്ത് കൊടുക്കണം. അതിന് അർഹതപ്പെട്ട 600 കിലോ 6 കിൻഡല് ആ ഒരു ഉൽപ്പന്നം നിങ്ങളുടെ കയ്യിലുണ്ടായി കഴിഞ്ഞാൽ അത് സക്കാത്ത് കൊടുക്കുന്ന നിസാബതാണല്ലോ. എത്രയാണ്? 600. മറ്റേ നമ്മൾ 100 ചെറുപ്പല്ല പറഞ്ഞത്, 600 കിലോ അല്ലെ? 6 കിലോ എന്ന് പറയുന്ന ആ സംഗതി നോക്കൂ നിങ്ങൾ. അതുണ്ടായിട്ട് അത് സക്കാത്ത് കൊടുക്കാതെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ ആ കഴിക്കുന്ന ഭക്ഷണമൊക്കെ നമ്മൾ ഹറാമിലല്ലേ വിശ്വാസികളെ. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരാളെ പറ്റി പറഞ്ഞത് അയാളെ പ്രത്യേകത അറിയോ? യാ റബ്ബി യാ റബ്ബ്. അയാൾ ദുആ ചെയ്തുകൊണ്ടിരിക്കും, പടച്ചോനെ പടച്ചോനെ. പക്ഷേ മത്താമു ഹറാം വമൽബസുഹു ഹറാം വമൽബസുഹു ഹറാം വമശ്റബുഹു ഹറാം വഹുദിയ ഫിൽ ഹറാം ഫഅന്നാ യസ്തജാബു ലഹു. അവർ കഴിക്കുന്ന ഭക്ഷണം, അവർ കുടിക്കുന്ന പാനീയം, അവർ ധരിക്കുന്ന വസ്ത്രം, അവരെ ഉണ്ടപ്പെട്ടിരിക്കുന്ന തളച്ചിട്ടിരിക്കുന്നതും ഹറാമിലാണ്. ഫഅന്നാ യസ്തജാബു ലഹു. പിന്നെ എങ്ങനെ അവന്റെ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു ഉത്തരം നൽകും? ചോദിക്കുന്നത് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടണോ? അള്ളാഹു അവകാശം കൊടുക്കേണ്ടത് കൃത്യമായി കൊടുത്തിരിക്കണം. ഇല്ലേ നാം എത്ര തന്നെ മേലോട്ട് ഉയർത്തിയിട്ടും കാര്യമില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം തന്നെ പരീക്ഷണങ്ങൾ കടന്നു വരുമെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഇവരുടെ ആവശ്യങ്ങളിലേക്ക് സക്കാത്തുമായി ബന്ധപ്പെട്ട മേഖലയില് ആ എത്തോളം വരുന്ന ആളുകൾക്ക് കൃത്യമായി വീതിച്ചു കൊടുക്കാൻ നാം അർഹതപ്പെട്ട ആ സമ്പത്ത് അതിന്റെ മേഖലയായ ബഹലുമായി ബന്ധപ്പെട്ടുള്ള അതിന്റെ സക്കാത്ത് കമ്മിറ്റിയെ ഏൽപ്പിക്കാൻ സാധിക്കണം. സഹോദരങ്ങളെ, ഒരു 4 വർഷം മുമ്പ് ഒരു സഹോദരന് ഒരു വാഹനം വാങ്ങി കൊടുത്തു. അയാള് 4 കൊല്ലം കഴിഞ്ഞ് ഈ വർഷം അയാള് സക്കാത്തിന്റെ വിഹിതം കമ്മിറ്റിയെ നോമ്പ് 4-ന്റെ അന്ന് ഏൽപ്പിക്കാം. നോമ്പ് 4-ന്റെ അന്ന് സക്കാത്തിന്റെ വിഹിതം, ഒരു കോളേജിന്റെ വിഹിതം, ഒരു ആദർശ പ്രബോധനത്തിന്റെ മേഖലക്കുള്ള വിഹിതം, സക്കാത്തിന്റെ വിഹിതം അദ്ദേഹം ഏൽപ്പിക്കാൻ കമ്മിറ്റിയെ 4 വർഷം അദ്ദേഹത്തിന് ഒരു വാഹനം വാങ്ങി കൊടുത്തതാ. ആ വാഹനം അയാൾ പാവപ്പെട്ട വ്യക്തിയായിരുന്നു, അർഹതപ്പെട്ട വ്യക്തിയായിരുന്നു. പക്ഷെ ഇന്ന് അദ്ദേഹം പറയാണ് ഞാൻ സക്കാത്ത് കൊടുക്കാൻ അർഹനാണ് എന്ന്. 4 വർഷം കഴിഞ്ഞ് അയാളെ സക്കാത്ത് കൊടുക്കുക. വിശ്വാസികൾ വാഹനത്തിലൂടെ ലഭിച്ച ആ വരുമാനത്തിൽ തന്നെയാണ്, ഒരു വരുമാനം അയാൾക്കില്ല. നോക്കൂ സഹോദരങ്ങളെ, അതെ അത് കൊടുക്കാൻ മനസ്സുണ്ടാവുക എന്നതാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. എല്ലാ വർഷവും അത് നേടാൻ മറ്റു വാങ്ങൽ അത് ആസ്വദിക്കലല്ല പ്രധാനമെന്ന് മനസ്സിലാക്കുക. ചെലവഴിച്ചത് കൊണ്ട് ധനത്തിന് കുറവ് വരില്ല, പുണ്യങ്ങൾ ഇരട്ടി ഇരട്ടിയായി ലഭിക്കുകയും ചെയ്യും. സക്കാത്തായാലും സ്വതക്കയായും ഒക്കെ പഠിപ്പിച്ചല്ലോ. അള്ളാഹുവിന്റെ മാർഗത്തില് അവന്റെ മാർഗം ചെലവഴിക്കുന്ന ആളുടെ ഉദാഹരണം ഏതുപോലെയാ? ഒരു ധാന്യമണി പോലെയാ. 50 അത് 7 കതിരുകൾ ഉത്പാദിപ്പിച്ചു. 7 കതിരിനമ്പത് 100 വീതം അതേ ധാന്യങ്ങളായിട്ട് വർദ്ധിച്ചു. അല്ല പറയാണ് അള്ളാഹ് ഉദ്ദേശിക്കുകയാണെങ്കിൽ അതിന്റെ ഇരട്ടി എത്രയോ ഇനിയുമാക്കും അല്ലേ? കാരണം എന്താ? അള്ളാഹു വാസിബുൻ അലീം. അള്ളാഹു വിപുലമായ കഴിവുള്ളവനും എല്ലാം അറിയുന്നവനുമാണ്. നമ്മുടെ കയ്യിലുള്ള സമ്പത്ത് അത് സക്കാത്ത് കൊടുക്കാൻ അർഹനാണെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് അറിയാം. അത് നമ്മളും അറിഞ്ഞിരിക്കേണ്ടവരാ. അതുകൊണ്ട് വിശ്വാസികളെ ആ സക്കാത്തുമായി ബന്ധപ്പെട്ട മേഖലയിൽ ഒരിക്കൽ നാം അവഗണിക്കാതിരിക്കണമെന്നാണ്, അവഗണിക്കാൻ പാടില്ല എന്നാണ് സൂചിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വതക്കയുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് സ്വതക്കയെ നോമ്പിനോടൊപ്പം ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. അതേ നന്മയുടെ വാതിൽ നിനക്ക് ഞാൻ അറിയിത്തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പറയാം. എന്താണ്? നോമ്പ് ഒരു പരിചയാകുന്നു. വെള്ളം തീ അണക്കുന്നത് പോലെ ദാനധർമ്മ തിന്മകളെ അണക്കുന്നതാണ് എന്നാണ്. നമ്മുടെ തിന്മകൾ മായ്ച്ചു കളയാൻ, നമ്മുടെ തിന്മകൾ ഇല്ലാതെയാക്കാൻ സ്വതക്ക വർദ്ധിപ്പിക്കാനാണ് പറഞ്ഞത്. ഒരുപാട് മേഖലകളിൽ ഇന്ന് സ്വതക്ക ആവശ്യമാണ്. അതേ ഒരുപാട് മേഖലയിൽ നിന്ന് അത് ആവശ്യമായിട്ടുണ്ട്. ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ റമദാനായി കഴിഞ്ഞാൽ വളരെ പാവപ്പെട്ട ആളുകളുണ്ട്. റമദാനിപ്പോൾ തൊഴിൽ കൊടുത്ത ആളുകളാണ്. നമുക്ക് സാധ്യമല്ല അത്തരം ആളെ സഹായിക്കുന്ന ആളെയും, അതേപോലെ തന്നെ വസ്ത്രം കൊടുക്കുന്ന ആളെയും, അതേപോലെ തന്നെ പള്ളികളും മദ്രസകളും ഒക്കെയുള്ള സ്ഥാപനങ്ങളുണ്ട്, കോളേജുകളുണ്ട്, എത്തിക്കാനുകളുണ്ട്. അവിടങ്ങളിലേക്ക് അതേപോലെ പാവപ്പെട്ട ഊണിന് വേണ്ടി ഇങ്ങനെ ഒട്ടനവധി സേവനങ്ങള് ജീവകാരുണ്യ പ്രവർത്തന മേഖലയില് ഡയാലിസിസുമായി ബന്ധപ്പെട്ട് എല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന മതരംഗത്തും രാഷ്ട്രീയ രംഗത്തും
നടന്നുകൊണ്ടിരിക്കുന്ന മേഖലകളുണ്ട്. CH സെന്റർ പോലെയുള്ള അല്ലെ ജീവകാരുണ്യ പ്രവർത്തന മേഖലകള് കോഴിക്കോട് ഹൃദയഭാഗത്ത് അല്ലെ ആ മെഡിക്കൽ കോളേജിന്റെ ഭാഗത്ത് ഉയർന്നു നിൽക്കുന്ന ആ ഒരു സ്ഥാപനമുണ്ടല്ലോ, പാവപ്പെട്ടവർക്ക് വലിയ അത്താണിയാണ്. സൗജന്യമായി ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അത്തരം വലിയ സ്ഥാപനങ്ങളെ നമ്മൾ കണ്ടറിയേണ്ടതുണ്ട്. അവരുടെയൊക്കെ നമ്മുടെ ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ ആ സ്വതന്ത്ര നിർവഹിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുപോലെ ഒട്ടനവധി രാഷ്ട്രീയരംഗത്താവട്ടെ മതരംഗത്താവട്ടെ ഒക്കെയുള്ള സ്ഥാപനങ്ങള് നമ്മെ കാത്തിരിക്കുകയാണ്. അവിടങ്ങളിലേക്കുമെല്ലാം അത് കൃത്യമായി നിർവഹിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ തിന്മകളെ മായ്ച്ചു കളയാൻ അത് പരിഹാരമാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്കറിയാമല്ലോ, റമദാനിൽ അടിച്ചു വീശുന്ന കാറ്റ് പോലെ ദാനധർമ്മം ചെയ്യുമായിരുന്നു എന്നാണ്. ദാനധർമ്മങ്ങൾ ചെയ്യാൻ ധാരാളം അവസരം ലഭിക്കുന്ന മാസമാണ് ഈ വിശുദ്ധ റമദാൻ. ആ അവസരമൊന്നും നമ്മൾ പാഴാക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. വിശ്വാസികളെ നമ്മുടെ ജീവിതത്തിൽ നാം ഏറെ കരുതലോട് കൂടി തന്നെയായിരിക്കണം ഈ വിശുദ്ധ മാസത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. തൗബയുടെ മാസമാണ്, ഇസ്തിഗ്ഫാറിന്റെ ദിവസങ്ങളാണ്, സന്ദർഭങ്ങളാണ്. നോമ്പ് ഇവിടെ ആഴ്ചപ്പത്ത് അവസാനിക്കാൻ ഇനി ഒരു ദിവസം കൂടി ബാക്കി നിൽക്കുമ്പോ വിശ്വാസികളെ കൂലങ്കസമായി നമ്മൾ ആലോചിക്കണം, ചിന്തിക്കണം. എന്റെ ജീവിതത്തിൽ ഒരു പാപങ്ങളുമില്ലാതെ അവരെന്താ ഇസ്തിഗ്ഫാർ തേടാത്തത്, തൗബ ചെയ്യാത്തത്? അല്ലാഹുവിനെ പൊറുക്കുന്നവനാണ്, കാരുണ്യ കടലാണെന്ന് പഠിപ്പിക്കുന്നു എന്ന് കൃത്യമായി നമ്മൾ പഠിപ്പിക്കുമ്പോ നാം ആ തൗബയുടെ മേഖലയിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. ഞാൻ നിങ്ങളുമൊക്കെ തൗബയിൽ പാപികളാണല്ലോ, നമ്മൾ പാപികളാണ്. ഓരോ ദിവസം കഴിയുന്തോറും നമ്മുടെ ഓരോ അവയവങ്ങളെ കൊണ്ട് കൃത്യമായി പാപങ്ങൾ ചെയ്തു പോകുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് തന്നെ ആ പാപങ്ങളിൽ നിന്നെല്ലാം മുക്തി നേടാനുള്ള ഏറ്റവും നല്ല സുവർണാവസരം പ്രാർത്ഥന കുറിച്ച് ലഭിക്കുന്ന നല്ലൊരു സന്ദർഭത്തിലൂടെ കടന്നു പോകുമ്പോ ഇസ്തിഗ്ഫാറുകൾ വർദ്ധിപ്പിക്കണം. ആ റബ്ബിലേക്ക് പശ്ചാത്തപിച്ച് പറയണം. ആത്മാർത്ഥമായ നിഷ്കളങ്കമായ തൗബയായിക്കൊണ്ട് കടന്നു വരാൻ നമുക്ക് കഴിയണം. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ സ്വതക്ക, ഈ തിന്മകളൊക്കെ മായ്ച്ചു കളയുന്നതാണ് എങ്കിൽ, സക്കാത്ത് നമ്മുടെ സമ്പത്ത് ശുദ്ധീകരിക്കുന്ന മേഖലയാണ് എങ്കിൽ, വിശുദ്ധ ഖുർആനിലെ പാരായണം ഒരുപാട് പ്രതിഫലം കിട്ടാൻ അർഹമാകുന്നതാണെങ്കിൽ, ഓരോ അക്ഷരത്തിനും ഇരട്ടി ഇരട്ടി പ്രതിഫലം കിട്ടുന്ന മേഖലയുള്ള സന്ദർഭമാണ് എങ്കിൽ, ഇതെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ വിശുദ്ധ റമദാന് ധന്യമാക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ വിശ്വാസികളെ നമ്മുടെ എല്ലാ വ്യവഹാര രംഗങ്ങളിലും നമ്മുടെ സഭാ പെരുമാറ്റ മേഖലകളിലുമൊക്കെ ഒരു ശുദ്ധമായ ഒരു മനസ്സ്, എല്ലാവരും നല്ല ഒരു സൗമ്യമായ ഒരു മനസ്സ്, സ്നേഹത്തോടുള്ള ഒരു മനസ്സ്, എല്ലാവരും കെട്ടിപ്പിടിക്കുന്ന മനസ്സ്, അതേ ആദർശ പ്രബോധന മേഖലയിൽ ഒരു കൂട്ടിപ്പിടുത്തം അത് നമുക്ക് അനിവാര്യമായിട്ടുണ്ട്. ഒത്തൊരുമിച്ചുകൊണ്ട് നമ്മുടെ പരിസര പ്രദേശങ്ങളിലേക്ക് ഈ ആദർശത്തിന്റെ മേഖല കടന്നു ചെല്ലണം. അതേ വിശുദ്ധ റമദാനിലൂടെ കടന്നു പോകുമ്പോ, ബദറിന്റെ കടന്നു വരുമ്പോ അതാ നമ്മളെ തോൽപ്പിക്കുന്നതും അതേപോലെ തന്നെ ഉത്തേജിപ്പിക്കുന്ന മേഖലയും അത് തൗഹീദിന്റെ ഒരു വല്ലാത്ത വിളംബരമാണ്. ആ തൗഹീദിന്റെ മേഖലയിൽ നമുക്ക് മാത്രം ഉണ്ടായിരുന്നാൽ പോരാ, മറ്റുള്ളവരിലേക്ക് അത് പറഞ്ഞു ചെല്ലാനുണ്ട്. അതിനെ സൂചിപ്പിക്കാൻ കാരണം അത് റമദാൻ കഴിഞ്ഞാലും നമ്മുടെ ജീവിതത്തില് നന്മ കൽപ്പിക്കുന്ന തിന്മ വിരോധിക്കുന്ന ഒരു മേഖല ഉണ്ടാവേണ്ടതുണ്ട്. അങ്ങനത്തെ ഉമ്മത്തിൽ കടന്നു വരേണ്ടതുണ്ട് എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. അത് മനസ്സിലാക്കി ഈ വിശുദ്ധ റമദാനിന്റെ ധന്യമായ നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പോ ഈ കഴിഞ്ഞ ഇന്നലകളിലൂടെ എന്തൊക്കെ നിർവഹിച്ചു, എന്തൊക്കെ പോരായ്മകളുണ്ട് തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള അവസരമായി കാണുകയും അതോടൊപ്പം തന്നെ ഉലകക്ഷമായ ചിന്തക്ക് വിധേയമാക്കുകയും ഒരു വിചാരണക്ക് വിധേയമാക്കുകയും വരും ദിനങ്ങളിൽ ഊർജ്ജസ്വലമായിക്കൊണ്ട് അതിശക്തമായിക്കൊണ്ട് പള്ളിയെ ജനനിബിഡമാക്കിക്കൊണ്ട് അതേപോലെ സമ്പന്നമാക്കിക്കൊണ്ട് അതേപോലെ വിശുദ്ധ ഖുർആന്റെ പാരായണം കൊണ്ട് പഠനം കൊണ്ട് മനപ്പാഠം കൊണ്ട് അർത്ഥം പഠിച്ചുകൊണ്ട് അങ്ങനെ മുന്നേറുന്ന നല്ലൊരു മനസ്സിന്റെ ഉടമകളായി തീരാൻ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള എല്ലാവരും തൗഫീഖും നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വ ലക്കും വസ്തഗ്ഫിറൂഹു. അൽഹംദുലില്ലാ ഹംദൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ് ഉസീകും സാനിയ ബിത്തഖ്വ. ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ വിധിയെ കൂടെ സൂക്ഷിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുന്നു. വിശ്വാസികളെ,
പരിശുദ്ധമായ റമദാനിന്റെ ദിനരാത്രങ്ങളെ ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ പറ്റിയ ഒരു സന്ദർഭത്തിലും സമയത്തിലുമാണല്ലോ നമ്മളുള്ളത്. നമ്മുടെ ജീവിതത്തിൽ നാം പരിശോധിക്കുക. ഈ റമദാനിന്റെ തുടക്കം മുതൽ ഇതുവരെ നമ്മളുണ്ട്. എന്നാൽ ഇടയ്ക്ക് വെച്ച് പൊളിഞ്ഞു പോയ പല ആളുകളുമുണ്ട്. ഞാൻ മുമ്പ് ജോലി ചെയ്തിരുന്ന പള്ളിയില് അവിടുത്തെ ഒരു കാരണവർ എല്ലാ രംഗത്തും എവിടെയും അദ്ദേഹത്തിന് നോട്ടം പള്ളിയുമായി, മഹല്ലുമായി, പ്രസ്ഥാനമായി, ആദർശ പ്രബോധനമായി ഒക്കെ അദ്ദേഹത്തിന് കണ്ടിട്ടുണ്ടാവും. പൂർണ്ണമായി കൊണ്ട് ഒരു സാധാരണക്കാർ വലിയ അറിവുള്ള മനുഷ്യൻ തന്നെ. പക്ഷേ ഓരോ ചെറുപ്പക്കാരെയും മഹലിന്റെ ഓരോ ആളുകളെയും നിരീക്ഷിച്ച് അവരെ കൃത്യമായി കണ്ട് സമയബന്ധിതമായി അവരെ ചെവി വന്നുകൊണ്ട് സ്വകാര്യമായിക്കൊണ്ട് നല്ല സന്ദേശം കൊടുത്തുകൊണ്ട് ആ മഹലിൽ നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വം. എവിടെയും അദ്ദേഹത്തിന്റെ പരിശോധനയിൽ കണ്ണുമുണ്ടാവും. ഇന്നലെ അദ്ദേഹം മരണപ്പെട്ടു. ഇന്നലെ രാത്രി 10:30 അദ്ദേഹത്തെ മറവ് ചെയ്തു. വിശ്വാസികൾ, ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ നിങ്ങളൊക്കെ ചിലപ്പോൾ പോയേക്കാം. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ടത്, ഈ നിമിഷങ്ങൾ നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ ഈ വിശുദ്ധ റമദാൻ കൊണ്ട് ഈ 9 ദിവസം കൊണ്ട് എന്ത് നേടിയെടുക്കാൻ കഴിയും? ഇനിയുള്ള ദിനരാത്രി നമ്മൾ ഉണ്ടാവുമെന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. അതുകൊണ്ട് കിട്ടിയ ചാൻസ് ആണിത്. നല്ലൊരു അവസരം. ഓഫർ വരുമ്പോ പ്രഖ്യാപിക്കുമ്പോൾ നമ്മൾ അതിന് പിന്നാലെ ഓടാറുണ്ട്. കടകളുടെ പർച്ചേസിന്റെ മറ്റ് പരസ്യം കാണുമ്പോൾ നമ്മളെല്ലാം പരസ്യം കാണുമ്പോഴേക്കും ആരും അറിയിച്ചിട്ടില്ല. കണ്ടപ്പോഴേക്കും നമ്മൾ ഓടിയിട്ടുണ്ട്, അവിടെ ക്യൂ നിന്നിട്ടുണ്ട്, റോഡ് ബ്ലോക്ക് ആയിട്ടുണ്ട്. വിശ്വാസികളെ, റമദാൻ ഓഫറിന്റെ മാസമാണ്. അത് നമ്മൾ കളഞ്ഞു കൊടുക്കരുത്. കാരണം ഏത് നിമിഷം ആവാം. പെട്ടെന്ന് രോഗം വന്നു കടന്നു മരണപ്പെട്ടു. ആ നാട്ടിലെ ആ മഹലിലെ ഏറ്റവും പ്രിയപ്പെട്ട ആ ഒരു സഹോദരൻ ലോകത്തോട് വിടവർ. ആലോചിച്ച് നോക്കണം. ശാന്തനായ, ശാന്തപ്രകൃതക്കാരനായ, ആരോടും വിദ്വേഷം പറഞ്ഞില്ലാതെ ശാന്തശരിച്ചുകൊണ്ട് ബുദ്ധിരിച്ചുകൊണ്ട് കാര്യങ്ങളൊക്കെ വളരെ നല്ല രൂപത്തിൽ മുന്നോട്ട് നയിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഞാൻ സൂചിപ്പിക്കുന്നത്, നമ്മൾ ഓരോരുത്തരും എങ്ങനെ നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ആ നിമിഷം കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു മൃഗം ചത്ത് കിടക്കുന്നെങ്കിൽ അല്ലെങ്കിൽ ഒരു ഉദയത്തിൽ കിടക്കുന്ന സമയത്ത് ഒരു മൃഗത്തെ അറുക്കുമ്പോ മറ്റു മൃഗങ്ങൾ കാണാണെങ്കിൽ അത് വറളി പിടിക്കും, പ്രയാസപ്പെടുമെങ്കിൽ ഞാൻ നിങ്ങൾ എത്ര മരണത്തിന് സാക്ഷികളായവരാ, എത്ര മയ്യത്ത് നമസ്കരിച്ചവരാ, എത്ര മയ്യത്തിന് പിന്നാലെ പോയവരാ, എത്ര മയ്യത്തിന് വേണ്ടി ഞാൻ നിങ്ങൾ പ്രാർത്ഥിച്ചവരാ വിശ്വാസികള്. എന്നിട്ട് നമുക്ക് ആർക്കും വറളി പിടിച്ചിട്ടില്ലല്ലോ, പ്രയാസം വന്നിട്ടില്ല, എന്തേ കാര്യം? പക്ഷെ എന്നിട്ടും നമ്മൾ പറഞ്ഞു പോകുന്ന വാചകം എന്താ? വാസ്വത്തൊക്കെ വാക്കും മനസ്സുമാണ്. അതെ, ഒറ്റ വാക്കുകളുള്ളൂ. ഞാൻ നിങ്ങൾ പറയുന്ന വാചകം അതാണ്. പടച്ചവൻ ഒന്ന് ബന്ധിച്ച് തന്നാല് ഞാൻ സ്വതക്ക ചെയ്തു കൊള്ളാം, ധർമ്മം എടുത്തുകൊള്ളാം, നല്ലവരിൽ പെട്ടുകൊള്ളാം, ചെയ്യാത്ത മുഴുവൻ നന്മകൾ സ്വീകരിച്ചു കൊള്ളാം എന്ന് പറഞ്ഞു പോകുമെങ്കിൽ, പക്ഷേ വളരെ വാക്കുകളല്ല, കാര്യമില്ലല്ലോ. അതുകൊണ്ട് വിശ്വാസികളെ, ഈ റമദാൻ നമുക്ക് മുതൽക്കൂട്ടാണ് പറയുന്നത്. ഞാൻ നമ്മൾ ഓരോരുത്തരും നമുക്ക് കിട്ടിയ ഒരു ചാൻസ്, വലിയൊരു ഓഫറാണ്. അത് പരമാവധി ഉപയോഗപ്പെടുത്താൻ നമ്മൾ ശ്രദ്ധിക്കുക. ദീർഘമായി സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ. റമദാന്റെ തറാവീഹ് നമസ്കാരത്തിന് ശേഷവും സുബഹിക്കും ഒക്കെ നമ്മൾ പലപ്പോഴും ക്ലാസ്സുകൾ കേൾക്കുന്നവരാണ്. അപ്പോൾ ആലോചിച്ച് നോക്കി, ഈ ഒരു വെള്ളിയാഴ്ചയിൽ നമ്മൾ കുത്തുബ കേൾക്കുന്നവരാണ്. പക്ഷെ എന്നിട്ട് നമുക്ക് ഒരു കുലുക്കം ഇതുവരെ വന്നിട്ടില്ല. ഒരു ജുമാക്കും നേരത്തെ വേണമെന്നുള്ള ഒരു ചിന്ത ഇപ്പോൾ നമുക്ക് വന്നിട്ടില്ല. ഒന്നാമത്തെ സെക്ടറിൽ വന്നിരിക്കണം എന്ന താല്പര്യം ഇപ്പോൾ നമുക്ക് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ നമുക്ക് ചോർമചാരിക്കാം. അതേപോലെ ആ നിലക്കൊക്കെ പ്രയാസങ്ങൾ ഇല്ലാത്തവരായിട്ട് പോലും അങ്ങനെ ഉപയോഗപ്പെടുത്തുന്നുവെങ്കിൽ പ്രയാസങ്ങളൊക്കെ പരിഗണിക്കാൻ വിചാരിക്കാം. പക്ഷെ നിങ്ങൾ ആലോചിച്ചു, എത്രമാത്രം ഇപ്പോൾ നമ്മളെ പല പുറത്തിരിക്കുന്ന ആളെ ചിന്തിച്ചോക്കി. ഇത്രയും സ്ഥലം ഉണ്ടായിട്ട് പുറത്തിരിക്കണവര്, ഇത്രയും സ്ഥലം ഉണ്ടായിട്ട് അവർ പുറത്തിരിക്കുകയാണ്. എന്റെ ഞങ്ങൾ ആൾക്കാരെല്ലാം തോൽപ്പിക്കുന്ന രൂപത്തിലാണ് ചിലപ്പോൾ പലപ്പോഴും അങ്ങനെ ഇരിക്കുന്നത്. അത് അവർക്ക് വന്ന തെറ്റിദ്ധാരണയാണ്. നമ്മളെ തിരുത്തണം. കാരണം റമദാനാകുമ്പോ പരിവർത്തനങ്ങൾ, മാറ്റങ്ങൾ ഉണ്ടാവേണ്ട മാസം. ഇനിയെങ്കിൽ ഒരു വെള്ളിയാഴ്ച നേരത്തെ പോയി ആ ഒന്നാമത് സെഫിൽ ഇരിക്കണം, ഒന്നാമത് സെഫുള്ളതാണ് രണ്ടാമത് സെഫിൽ ഇരിക്കണം, ഇങ്ങനെ ചിന്ത നമുക്ക് എന്തുകൊണ്ട് കടന്നു വരുന്നില്ല എന്ന് പറഞ്ഞാൽ പരിവർത്തനം ഉണ്ടാകണമെന്ന് നമ്മൾ ഇപ്പോഴും ആഗ്രഹിച്ചിട്ടില്ല. അപ്പൊ റമദാൻ നമുക്ക് എന്ത് കിട്ടിയില്ല?
നന്നാവണമെന്ന ചിന്ത വന്നിട്ടില്ല എന്നതിന് തെളിവാണ് ഇത്തരം പ്രവർത്തനങ്ങളെങ്കിൽ നാം വിലയിരുത്തുക. ആരോഗ്യ വിശ്വാസികളെ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടിയല്ല. കാരണം റമദാൻ ഒരു മാറ്റത്തിന്റെ മാസമായി മാറാൻ നമ്മൾ തയ്യാറാവേണ്ടതുണ്ട്. നേരത്തെ ജുമാക്ക് വരിക, നേരത്തെ ജമാഅത്തിനെത്തുക, അതേപോലെ തന്നെ തറാവീഹിലൊക്കെ നേരത്തെ എത്തുക, ക്ലാസ്സുകളും ഒക്കെ പരമാവധി ഉപയോഗപ്പെടുത്തുക. ഇങ്ങനെ ഒരു സമ്പന്നമായ ഒരു റമദാനായി, ഒരു വിശുദ്ധ മാസമായി, വിശുദ്ധ ദിനങ്ങളായി നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകാൻ റമദാൻ കഴിഞ്ഞാൽ പോയോ നഷ്ടപ്പെടില്ലേ? വീട്ടില് വിരുന്നുകാർ വന്നാൽ, അതിഥികൾ വന്നാൽ, ആ അതിഥികൾക്ക് പിന്നെ പോകുമ്പോ ആ വീട്ടിലെ മക്കൾക്ക് ഉണ്ടാകണ നമ്മുടെ പേരുള്ള മക്കൾക്ക് ഉണ്ടാകുന്ന അതിഥികൾ പോകുമ്പോ ഒരു പോയില്ലേ, ഒരു സങ്കടം, ഒരു വശം ഇല്ലേ ഉണ്ടാവാറുണ്ട് കുട്ടികൾക്ക്. എന്റെ കാര്യം അവരോടൊപ്പം ആ കുട്ടികളൊക്കെ അവരോടൊപ്പം കളിക്കുമ്പോ ആ കളി കഴിഞ്ഞ് അവസാനത്തെ അവർ തിരിച്ചു പോകുമ്പോ ആ മക്കൾക്ക് ഉണ്ടാകുന്ന വിഷമം, അല്ലെങ്കിൽ അതിഥികൾ പോകുമ്പോൾ ഉണ്ടാകുന്ന വിഷമം അല്ലേ? ഇതേപോലെ ഈ അതിഥി, ഈ വിരുന്നുകാരൻ ഈ നോമ്പ് നമ്മൾ ഇവിടെ പറഞ്ഞു പോകുമ്പോ നമുക്കൊരു വിഷമം, ഒരു പ്രയാസം ഉണ്ടാവണം. എന്ത് പോയില്ലേ, ഒരു സങ്കടം അത്ര ഉണ്ടാവില്ലേ? നമുക്കറിയില്ല വിശ്വാസികള്. അതുകൊണ്ട് നാം മനസ്സിലാക്കുക, ഇന്നലെ കടന്നുപോയ നമ്മൾ ഒരുപാട് മാതാപിതാക്കളുണ്ട്, ആദർശ ബന്ധുക്കളുണ്ട്, പണ്ഡിതന്മാരുണ്ട്, ജ്യേഷ്ഠാന്മാരുണ്ട്, ഭാര്യഭർത്താക്കന്മാരുണ്ട്, മക്കളുണ്ട്. അല്ലാഹു എല്ലാവർക്കും മാധുരത്വം മറഹമത്വം പ്രദാനം ചെയ്യുമാറാകട്ടെ. വിശ്വാസികളെ ഈ വിശുദ്ധ റമദാൻ ധന്യമാക്കി മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. അതേ സക്കാത്തുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാം. എങ്ങനെയാണ് സക്കാത്ത് കണക്ക് കൂട്ടാൻ ചില ആൾക്കാർ ചോദിക്കാറുണ്ട്. തന്റെ കൈവശമുള്ള പൈസ, തന്റെ അക്കൗണ്ടിലുള്ള പണം, തന്റെ കൈവശമുള്ള കച്ചവട വസ്തുക്കളുടെ ഇപ്പോഴുള്ള വില, ഇവയെല്ലാം കൂട്ടിയ ശേഷം കിട്ടുന്ന ആകെ തുകയുടെ 2.5% സക്കാത്തായി നൽകേണ്ടത്. സക്കാത്ത് കണക്ക് കൂട്ടുന്ന സമയത്ത് കൈവശം എത്രയുണ്ടോ അത് മാത്രമേ പരിഗണിക്കുന്നുള്ളൂ. അതേപോലെ തന്നെ ചെലവായിപ്പോയത് അത് കണക്കാക്കാനതില്ല. ശമ്പളമാവാം, വാടക, ലാഭം, കൈവശമുള്ള കച്ചവട വസ്തുക്കള് തുടങ്ങി തന്റെ കയ്യിലേക്ക് വരുന്ന കറൻസി, കച്ചവട വസ്തുക്കളും എല്ലാം ഒരു സക്കാത്ത് അക്കൗണ്ടിൽ വന്ന് സങ്കല്പിച്ചാൽ മതി. അങ്ങനെ ഉണ്ട് എങ്കിൽ എന്റെ സക്കാത്ത് അക്കൗണ്ടിൽ എത്ര തുകയുണ്ട് അതിന്റെ 2.5% സക്കാത്തായി നൽകേണ്ടത്. ചെലവായി പോയ സംഘം പരിഗണിക്കേണ്ടതില്ല. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള തുകയുടെ 2% എങ്ങനെ കണ്ടെത്താമെന്നത്, ആ 2% കണ്ടെത്താൻ ആകെ കണക്ക് കൂട്ടി ലഭിക്കുന്ന തുകയെ 40 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് കിട്ടുന്ന ആ ഒരു സംഖ്യ ഉണ്ടാവും. അതാണ് എന്നോട് മനസ്സിലാക്കുക. അങ്ങനെ നമ്മുടെ ആ സക്കാത്തും അത് വളരെ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ നാം ഏറെ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നേറുക. ഈ വിശുദ്ധ റമദാൻ നമുക്ക് ഏറ്റവും മുതൽക്കൂട്ടാക്കി മാറ്റിയെടുക്കാം, വരും കാലത്തേക്കുള്ള ഊർജ്ജമാക്കി മാറ്റിയെടുക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവിധത്തിലുള്ള തൗഫീഖും പ്രദാനം ചെയ്യുമാറാകട്ടെ. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സ്വതക്കയുമായി ബന്ധപ്പെട്ട് നമ്മളെ കാത്തിരിക്കുന്നവരുണ്ട്, അവരിലേക്ക് എല്ലാം നമ്മൾ എത്തേണ്ടതുണ്ട്. നമ്മൾ കഴിവിന്റെ പരമാവധി ആ മേഖലയിൽ ആ ധർമ്മം നിർവഹിക്കാൻ നാം ശ്രദ്ധ വെക്കുക. നമ്മുടെ തിന്മകളെ മായ്ച്ചു കളയാനുള്ള ഏറ്റവും നല്ല പരിഹാരമായിട്ട് പഠിപ്പിച്ച മേഖല കൂടിയാണ്. അതാ മനസ്സിലാക്കുക. നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കാൻ ഇതെല്ലാം ശുദ്ധമാക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കുക. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ കൃത്യമായി ഇടപെട്ടുകൊണ്ട് ഈ വിശുദ്ധ റമദാനിനെ ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തി ആ അതിഥിയെ യാത്ര അയക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഒരുപാട് നേടിയെടുത്തുകൊണ്ട് സമ്പന്നമാക്കിക്കൊണ്ട് യാത്രയൊക്കെ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന ചെറുപ്പമായ പാപങ്ങള് അല്ലാഹുവിന്റെ മഹത്തായ ഫضലുകൊണ്ട് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ രോഗികളായി കഴിയുന്ന അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. പ്രയാസം അനുഭവിക്കുന്നവർക്ക് അല്ലാഹു ആശ്വാസം നൽകുമാറാകട്ടെ. കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് അല്ലാഹു അത് എളുപ്പം നൽകുമാറാകട്ടെ. അതിന് രോഗികളായി കഴിയുന്ന ആശുപത്രി വീടുകളിലൊക്കെ കഴിയുന്നവരുണ്ട്. എല്ലാവർക്കും അല്ലാഹു ശിഫയും ആഫിയത്തും ആരോഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. മരണപ്പെട്ടവർക്ക് മർഹമത്ത് നൽകുമാറാകട്ടെ. അവരെയും നമ്മെയും നമ്മുടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞ ആ സഹോദരൻ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തി കൂടിയായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് മർഹമത്തും നൽകുമാറാകട്ടെ. ആ കുടുംബത്തിന് അല്ലാഹു ക്ഷമിക്കാനും പൊറുക്കാനുമുള്ള കരുത്തിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا وأجر والدينا من النار اللهم أحينا للكتاب والسنة وأمتنا مع الإيمان والتوبة اللهم آت أنفسنا تقواها
وزكها أنت خير من زكاها أنت وليها مولاها يا رب العالمين. اللهم إنا نسألك بأسمائك الحسنى وصفاتك العلى أن تدفع عنا الوباء وأن تكشف عنا البلاء. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد.